So the tears. Tears എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കണ്ണുനീർ. റൈറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് കണ്ണുനീർ, എന്താണെന്ന് ഇവിടെ നമ്മുടെ പ്രിൻസിന് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. കണ്ണുനീർ. The eyes of the happy prince were filled with tears and tears were running down his golden cheeks. അതായത് നമ്മുടെ കണ്ണുനീര്, അതായത് നമ്മുടെ പ്രിൻസിന്റെ കണ്ണില് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി, അതായത് കണ്ണുനീര് നിറഞ്ഞു. എന്നിട്ട് അവന്റെ കവിൾ, ചീക്സ് മീൻസ് കവിളിലൂടെ ആ കണ്ണുനീരെല്ലാം ഒഴുകാൻ തുടങ്ങി. His face was so beautiful in the moonlight that the little swallow was filled with pity. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രിൻസിനെ കാണാനായിട്ട്, പുള്ളിക്കാരന്റെ മുഖം കാണാനായിട്ട് രാത്രി മൂൺലൈറ്റില് നല്ല ഭംഗിയായിരുന്നു, നല്ല സുന്ദരമായിരുന്നു. പക്ഷെ കുരുവിക്ക് സഹതാപം തോന്നി. എന്തുകൊണ്ട്? നമ്മുടെ പ്രിൻസ് കരയുന്നത് കൊണ്ട്, കണ്ണുനീര് വരുന്നത് കൊണ്ട്. കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അത്ര എന്ന് പറയാം. നമ്മുടെ കുരുവി അവിടെ വന്നതിന് ശേഷം അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ എന്തോ മഴത്തുള്ളി പോലെ എന്തോ വീഴുന്നത് പോലെ തോന്നി. അപ്പൊ നോക്കിയപ്പോഴാണ് കണ്ണുനീരാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പോ ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ കുരുവി ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പ്രിൻസ് ഇങ്ങനെ കരയുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കണ്ണുനീർ വരുന്നത്. ഹു ആർ യു, ഹി ആസ്ക്ഡ്. അപ്പോ നമ്മുടെ ആ കുരുവി ചോദിച്ചു, ഹു ആർ യു, ആരാ നീ? ഐ ആം ദ ഹാപ്പി പ്രിൻസ്. നമ്മുടെ പ്രിൻസ് പറഞ്ഞു, ഞാൻ സന്തോഷവാനായ രാജകുമാരൻ ആണ്. വൈ ആർ യു വീപ്പിംഗ് ദെൻ, പിന്നെ എന്തിനാ നീ കരയുന്നേ? ആസ്ക്ഡ് ദ swallow, നമ്മുടെ കുരുവി ചോദിച്ചു. When I was alive, I did not know what tears were. ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു എന്താണ് കണ്ണുനീർ, അല്ലെങ്കിൽ ഇത് കരച്ചിൽ, അല്ലെ കണ്ണുനീർ എന്തെന്ന്. ഐ ലിവ്ഡ് ഇൻ ദ പാലസ്. ഞാനൊരു രാജകൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. സോറോ വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദർ. അവിടെ സങ്കടം എന്നത് അവിടെ ലൈക്ക് ആ ഒരു കൊട്ടാരത്തിലേ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കൊട്ടാരത്തിലോട്ട് എൻട്രി പോലും ഇല്ലാത്തൊരു സാധനമായിരുന്നു സോറോ, അല്ലെങ്കിൽ സങ്കടം, അല്ലെങ്കിൽ കരച്ചിൽ, അതുപോലുള്ള കാര്യങ്ങൾ. എവറിത്തിങ് അബൌട്ട് മീ വാസ് സോ ബ്യൂട്ടിഫുൾ. എന്റെ കാര്യത്തിൽ നടന്നത് എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആയിരുന്നു. മനോഹരമായ കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. മൈ courtiers called me the happy prince. അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം, അല്ലെങ്കിൽ എന്റെ അവിടെ കൊട്ടാരത്തിലുള്ളവരെല്ലാം എന്നെ ഹാപ്പി പ്രിൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹാപ്പി ഇൻഡീഡ് ഐ വാസ് ഇഫ് പ്ലഷർ ബി ഹാപ്പിനെസ്. പക്ഷെ ഞാനും, അത് ശരിയാണ്, കാരണം ഞാനും വളരെ ഹാപ്പി ആയിരുന്നു. ഞാനും അവിടുത്തെ പ്രജകൾ, അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ളവർ എല്ലാവരും എന്നെ വിളിച്ചത് ഹാപ്പി പ്രിൻസ് ആയിരുന്നു. അവിടെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു, അല്ലാതെ അവിടെ സങ്കടം എന്നത് ഒട്ടും ഇല്ലായിരുന്നു. സോ ഐ ലിവ്ഡ് ആൻഡ് സോ ഡൈഡ്. അങ്ങനെ ഞാൻ അവിടെ ജീവിച്ചു, വളരെ സന്തോഷവാനായി ജീവിച്ചു, എന്നിട്ട് മരിച്ചു. ആൻഡ് നൗ ദാറ്റ് ഐ ആം ഡെഡ്, ദേ ഹാവ് സെറ്റ് മീ അപ്പ് ഹിയർ ഹൈ. ഞാൻ അവിടെ മരിച്ചതിന് ശേഷം എന്നെ ഇവിടെ ഇത്രയും പൊക്കമുള്ള ഒരു സ്ഥലത്ത്, ഈ സ്തൂപത്ത് ഇത്രയും ഹൈ, അതായത് അത്രയും പൊക്കമുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് എന്നെ പ്രതിഷ്ഠിച്ചു. I can see all the ugliness and the misery of my city, and though my heart is made of lead, I cannot but weep. അതായത് ഐ ക്യാൻ സി ഓൾ അഗ്ലിനെസ്, അതായത് ഇവിടെ നമ്മുടെ ഈ നഗരത്തിലുള്ള, ഈ സിറ്റിയിലുള്ള എല്ലാ വിഷമതകളും, അല്ലെ അഗ്ലിനെസ്, എല്ലാ മോശമായ കാര്യങ്ങളും നല്ലതായ കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടുത്തെ മിസറീസ്, അതുപോലെ മിസറീസ് എന്ന് പറഞ്ഞാൽ ആപത്തും വിപത്തും എല്ലാം രാജകുമാരന് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. കാര്യം ഈ പ്രതിമ അവിടെ നിൽക്കുന്നതുകൊണ്ട് ആ പ്രതിമയ്ക്ക് എല്ലാം, ആ ഹാപ്പി പ്രിൻസിന് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സോ മൈ ഹാർട്ട് ഈസ് മെയ്ഡ് ഓഫ് ലെഡ്. എന്റെ ലെഡ് എന്ന് പറയുന്ന ഈയം ഒരു ലോഹമാണ് കേട്ടോ.
ഒരു എലിമെന്റ് ആണ്. അപ്പോ ആ ലെഡ് കൊണ്ടാണ് അല്ലെ ഈയം കൊണ്ടാണ് എന്റെ ഹൃദയം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിലും ഐ കനോട്ട് ബട്ട് ബി, എനിക്ക് കരയാതിരിക്കാൻ ആവുന്നില്ല. കാരണം എനിക്ക് എന്റെ ഈ ശരീരം, പ്രതിമ എല്ലാം ഉണ്ടാക്കിയ സ്വർണം കൊണ്ടും എല്ലാമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്റെ ഹൃദയം ഈയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് കരയാതിരിക്കാൻ ആവുന്നില്ല. ഇത്രയും മനസ്സിലായോ? നമുക്കപ്പോ അടുത്തത് കൂടെ നോക്കിയതിനു ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. The request. Far away, continue the statue in a low musical voice. Far away in a little street, there is a poor house. Okay. അങ്ങകലെ, far away, അങ്ങകലെ. അപ്പൊ നമ്മുടെ ഈ സ്റ്റാച്യു അല്ലെങ്കിൽ നമ്മുടെ ഈ ഹാപ്പി പ്രിൻസ് പതുക്കെ പറഞ്ഞു തുടങ്ങി. വെയിറ്റ് ചെയ്തോ. Okay, far away, continued the statue in a low musical voice. Far away in the little street, there is a poor house. അപ്പോ നമ്മുടെ ഈ രാജകുമാരൻ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി പ്രിൻസ് അവിടെ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അത് ഒരു മ്യൂസിക്കൽ വോയിസിൽ ചെറിയൊരു സൗണ്ടിൽ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. Far away in a little street, there is a poor house. അങ്ങ് ദൂരെ അവിടെ ഉള്ള ഒരു കുഞ്ഞു സ്ട്രീറ്റിൽ അവിടെ ഒരു പാവപ്പെട്ട ഒരാളുടെ വീട് ഉണ്ട്. അല്ല, അങ്ങനെ ഒരു പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു പതുക്കെ പറഞ്ഞ എനിക്ക് ഇത് സ്ട്രെയിൻ എടുക്കുമ്പോൾ ചുമക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പതുക്കെ പറയുന്നത്, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞ എത്രയേ ഉള്ളൂ. നമ്മുടെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റിൽ ഒരു പാവപ്പെട്ട ആള് ജീവിക്കുന്നുണ്ട്. One of the windows is open and through it can see a woman seated at a table. അപ്പോ ആ വീട്ടില് അവിടുത്തെ ഒരു ജനൽ, വിൻഡോസ് ഈസ് ഓപ്പൺ, വൺ ഓഫ് ദ വിൻഡോ, ഒരു ജനൽ അവിടെ തുറന്നു കിടക്കുകയാണ്. ത്രൂ ഇറ്റ് ഐ ക്യാൻ സീ എ വുമൺ സീറ്റഡ് അറ്റ് എ ടേബിൾ. അപ്പോ ആ ഒരു സ്ത്രീ അവിടുത്തെ ഒരു ടേബിളില് ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്കാ കാണാൻ സാധിക്കുന്നേ? ഹാപ്പി പ്രിൻസിന്, നമ്മുടെ ആ സ്റ്റാച്യൂന്. ഷീ ഈസ് സോ ടയേർഡ്. അവൾ ഭയങ്കരമായിട്ട് തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുക. ഇൻ എ ബെഡ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം ഹെർ ലിറ്റിൽ ബോയ് ഈസ് ലൈങ്. അവിടെ ആ വീട്ടിലെ ആ ഒരു വീടിന്റെ ആ ഒരു മൂലയ്ക്ക് ഒരു കട്ടിലില് അവളുടെ ആ ഒരു കുഞ്ഞു മകൻ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാ കിടക്കുന്നത്? ലൈങ് ഇൽ, അതായത് അസുഖം ബാധിച്ച്, എന്തോ അസുഖം, പനി എന്തെങ്കിലും ആയിരിക്കാം, അസുഖം ബാധിച്ച് കിടക്കുന്നുണ്ട്. ഹി ഹാസ് എ ഫീവർ, അവന് പനിയാണ്. ആൻഡ് ഈസ് ആസ്കിങ് ഫോർ ഓറഞ്ചസ്. അപ്പോ പനി ആയതുകൊണ്ട് തന്നെ അവൻ ഓറഞ്ച് വേണമെന്ന് ചോദിക്കുകയാണ്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗീവ് ഹിം ബട്ട് റിവർ വാട്ടർ, സോ ഹി ഈസ് ക്രൈ. അപ്പോ പക്ഷെ ആ അമ്മയ്ക്ക് അവന് ഒന്നും കൊടുക്കാൻ ഇല്ലായിരുന്നു. അവന് ഓറഞ്ചോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇല്ലായിരുന്നു. ബട്ട് നത്തിങ് ബട്ട് റിവർ വാട്ടർ, അതിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന പുഴവെള്ളം അല്ലെ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം അല്ലാതെ വേറെ ഒന്നും കൊടുക്കാനായിട്ട് അവന്റെ അമ്മയ്ക്ക് ഇല്ലായിരുന്നു. സോ ഹീസ് ക്രൈങ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ കരയുകയാണ്. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, വിൽ യു നോട്ട് ബ്രിങ് ഹെർ ദ റൂബി ഔട്ട് ഓഫ് മൈ സ്വാഡ് ഹിൽറ്റ്. അപ്പൊ സ്വാഡ് ഹിൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വാളിന്റെ ആ പിടിഭാഗം. അപ്പൊ ആ പിടിഭാഗത്തുള്ള റൂബി, അതായത് ആ രത്നം, ആ വൈരരത്നം അവർക്ക് കൊണ്ട് കൊടുത്തൂടെ.
നമ്മുടെ ആ ഒരു പക്ഷിയുടെ അടുത്ത് ചോദിക്കണേ, കുരുവി കുരുവി എന്നെ ഒന്ന് സഹായിക്കാവോ, എന്റെ ഈ അവരുടെ ആ വീട്ടിലെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു, അതുകൊണ്ട് തന്നെ എന്റെ ഈ വാളിന്റെ അറ്റത്തുള്ള ഈ ഒരു റൂബി അവർക്ക് കൊണ്ട് കൊടുക്കാമോ? ഐ ആം വെയിറ്റഡ് ഫോർ ഇൻ ഈജിപ്റ്റ് സെയ്ഡ് ദ സ്വാലോ. അപ്പോൾ നമ്മുടെ ഈ കുരുവി പറയുകയാണ്, ഞാൻ ഈജിപ്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. മൈ ഫ്രണ്ട്സ് ആർ ഫ്ലൈങ് അപ്പ് ആൻഡ് ഡൗൺ ദ നൈൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, കാര്യം നമ്മുടെ കുരുവി പറഞ്ഞു ആ കുരുവി ഈജിപ്തിലേക്ക് പോവുകയാണ്, രാത്രി ആയതുകൊണ്ട് അവിടെ പെട്ടുപോയതാ. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നൈലിന്റെ തീരത്ത് നൈലിന്റെ മുകളിൽ കൂടെയൊക്കെ പറന്ന് കളിക്കുകയാണ്, അപ്പൊ എനിക്കും അങ്ങോട്ട് പോണം. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ said the prince, will you not stay with me for one night and be my messenger? അപ്പൊ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ സന്ദേശവാഹകൻ. അപ്പോ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നിനക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് വേണ്ടി ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് എനിക്ക് വേണ്ടി ഇതിനെ കൊണ്ട് അവർക്ക് കൊടുത്തൂടെ? The boy is so thirsty and the mother is so sad. പക്ഷെ കാരണം ആ അമ്മ ഭയങ്കര സങ്കടത്തിലാണ്, ആ മകൻ വെള്ളത്തിനായി ദാഹിച്ച് തേഴ്സ്റ്റി, വെള്ളത്തിനായിട്ട് ദാഹിച്ച് കിടക്കുകയാണ്. അവർക്കല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല, അത്രയ്ക്ക് പാവപ്പെട്ടവരാണ്, അവർക്കല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അവന് എന്തെങ്കിലും കൊടുക്കണം, കൊണ്ട് കൊടുക്കണം. അപ്പോ അത് നീ ഒന്ന് ചെയ്തൂടെ, ഒരു ദിവസത്തേക്ക് ഇവിടെ നിന്ന് എനിക്കൊന്ന് ചെയ്തൂടെ എന്ന് ചോദിക്കുക. ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് ബോയ്സ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ ഇഷ്ടമാണ്. ആൻസർ ദ സോളോ. ലാസ്റ്റ് സമ്മർ when I was staying on the riverside, there were two rude boys who always threw stones at me. അപ്പോ അവിടെ ഞാന് റിവർ സൈഡില് ജീവിച്ചിരുന്ന, അവിടെ സ്റ്റേ ചെയ്തിരുന്നപ്പോൾ, ജീവിച്ചിരുന്ന സമയത്ത് അവിടെ രണ്ട് റൂഡ് ബോയ്സ്, റൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് വികൃതി നിറഞ്ഞ ക്രൂരരായ അല്ലെങ്കിൽ വികൃതി നിറഞ്ഞ രണ്ട് പയ്യന്മാര് അവിടെ ഉണ്ടായിരുന്നു. അവര് എപ്പോഴും എന്റെ നേരെ കല്ല് എറിയുമായിരുന്നു. They never hit me. Of course, we swallows fly far too well for that. അപ്പോൾ നമ്മൾ കുരുവികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഇങ്ങനെ കല്ലൊക്കെ എറിഞ്ഞാലും കല്ലേറി കൊള്ളാതെ പോകാനായിട്ട് എക്സ്പേർട്സ് ആയതുകൊണ്ട് എന്റെ ദേഹത്തൊന്നും കൊണ്ടില്ല, പക്ഷെ എന്നാലും എന്നെ ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബോയ്സിനെ ഇഷ്ടമല്ല, കൊച്ചു കുട്ടികളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മുടെ കുരുവി ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, എനിക്കിത് കൂടുതൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് രണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത പോർഷൻ എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആഷ്ന ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കോ. വൈ വാസ് ദ പ്രിൻസ് നോട്ട് അവെയർ ഓഫ് ടീയേഴ്സ് വെൻ ഹി വാസ് അലൈവ്? അവൻ ജീവിച്ചിരുന്ന സമയത്ത് കണ്ണുനീരിനെ കുറിച്ച് അവനൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അത്? Everything around the prince in the palace was very beautiful. Okay. Dora was not allowed to enter the palace. അതായത് ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ഡേയ്സ് ഫോർ ഹിം ആൻഡ് ഹി വാസ് എൻജോയിങ് ഓൾ ദ ടൈംസ്. ഹി നെവർ ഫെൽറ്റ് സാഡ്നെസ് ഓർ പെയിൻ. അപ്പോൾ പുള്ളിക്കാരന് ഒരിക്കലും സങ്കടമോ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഹാപ്പിനെസ് മാത്രമായിരുന്നു പുള്ളിക്കാരന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ നമുക്ക് ആൻസർ
ഇങ്ങനെ എഴുതാം. ഞാനിത് സെൻഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിത് സെൻഡ് ചെയ്യാം. Okay, sir. The prince lived in the palace enjoying all pleasure and prosperity. നമ്മുടെ ഈ രാജകുമാരൻ ജീവിച്ചിരുന്നത് സന്തോഷം മാത്രം അറിയാന്നുള്ള ഒരു സ്ഥലത്ത്, അത് പാലസിലായിരുന്നു. He never experienced the pain and agony of the poor and miserable. അപ്പോൾ പാവപ്പെട്ടവരുടെ കഷ്ടപ്പാട്, agony means കഷ്ടപ്പാടോ ഒന്നും തന്നെ ഇത് നമ്മുടെ പ്രിൻസ് അറിഞ്ഞിരുന്നില്ല. Above all, the sorrow was not allowed to enter the place. അപ്പോൾ നമ്മുടെ മനീഷ പറഞ്ഞതുപോലെ ഇത് സോറോ എന്ന് പറയുന്നത് ഒരിക്കലും ആ കൊട്ടാരത്തിലേക്ക് കയറ്റിയിരുന്നില്ല. സോ ദ പ്രിൻസ് വാസ് നോട്ട് അവെയർ ഓഫ് ടീയേഴ്സ്. അങ്ങനെയാണ് നമ്മുടെ പ്രിൻസ് ആ ടീയേഴ്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത്, അല്ലെങ്കിൽ കണ്ണുനീരെന്തെന്ന് അറിയാത്തത്. ഓക്കെ, അതപ്പോ മനസ്സിലായോ? അതിൽ ഡൗട്ട് ഉണ്ടോ? No, sir. ഓക്കെ, അടുത്ത് എടാ എന്നെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. ഓക്കെ, വാട്ട് മെയ്ഡ് ദ ഹാപ്പി പ്രിൻസ് സാഡ്? എന്താണ് നമ്മുടെ ഹാപ്പി പ്രിൻസിന് എന്തോ കാര്യത്തില് സങ്കടമായി? എന്തുകൊണ്ടാണ് നമ്മുടെ ഹാപ്പി പ്രിൻസിന് സങ്കടം ആയത്? എന്തുകൊണ്ടായിരിക്കും? From the top of the column, the prince could see all the ugliness and misery of the cities. This made him sad. എക്സാക്ട്ലി. അപ്പോ നമ്മുടെ ഈ ഒരു മിസറിയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രിൻസിന് കാണാൻ സാധിച്ചു. അങ്ങനെ അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു സാഡ്നെസ് ആയിരുന്നു നമ്മുടെ പ്രിൻസിന് നൽകിയിരുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ഇവിടെ വെച്ചാൽ ഇത് വായിക്കാൻ പറ്റുമോ? ഉറപ്പാണോ? Yes, sir. അപ്പൊ ആരെങ്കിലും ഒരാൾ വായിച്ചത്? ഞാൻ വായിക്കട്ടെ. ആഷ്ന വായിച്ചോ? ഇതിന്റെ ആൻസർ അല്ല ഇതിന്റെ ആൻസർ വായിക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ഞാനിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, സ്ക്രീനിൽ നോക്കി വായിച്ചോ. Standing on a tall column, the happy prince saw all the misery and agony of the city. He had a sympathetic and kind heart for the poor people suffering from various problems. Hence, the happy prince became sad. Exactly. അപ്പോ നമ്മുടെ ഈ പ്രിൻസിന് ഇത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ കാണാൻ പറ്റിയപ്പോ അത് നമ്മുടെ ഈ ഒരു പ്രിൻസിന് സങ്കടം ഉണ്ടാക്കി. അങ്ങനെ ആ മിസറീസും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് സങ്കടം ഉണ്ടാക്കി. റൈറ്റ്.
ഓക്കെ, വൈ വാസ് ദ ബോയ് ക്രൈങ്? എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു പയ്യനെ കുറിച്ച് പഠിച്ചല്ലോ, അപ്പൊ ആ പയ്യൻ എന്തുകൊണ്ടാ കരഞ്ഞുകൊണ്ടിരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ കരഞ്ഞുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാ കരഞ്ഞേ? The boy was thirsty. എന്താ ആഷ്ന അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ? The boy was thirsty. The boy was thirsty. വേറെ? He was hungry too, so he was crying for the orange. He was crying for the orange, right? പിന്നെ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ ആ പയ്യൻ വയ്യാതെ കിടക്കയല്ലേ? He was suffering from fever. അപ്പൊ അങ്ങനെ ഇത് അത്രയ്ക്ക് ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ബോയ് കരഞ്ഞത്. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ആരെങ്കിലും വായിച്ചേ? Sir. വായിക്കേ. The boy was suffering from fever. He was thirsty and asking for oranges, but his mother was poor and had not the money to buy oranges. So she gave river water to her son. The son was not satisfied with the river water, so he cried for the oranges. എക്സാക്ട്ലി. അതായത് നമ്മുടെ ഇവിടെ ആ പയ്യൻ, നമ്മുടെ പയ്യൻ എന്തായിരുന്നു, ഫീവർ ആയതുകൊണ്ട് തന്നെ അവന് ആ വെള്ളത്തിനായിട്ടും ഓറഞ്ചിനായിട്ടൊക്കെ ഡിമാൻഡ് ചെയ്തു. പക്ഷെ അവന്റെ അമ്മയ്ക്ക് അതൊന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അപ്പോ ഇത് ആ ഒരു നദി വെള്ളം, അതായത് ആ റിവർ വാട്ടർ അല്ലാതെ വേറൊന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആണ് നമ്മുടെ ബോയ് കരഞ്ഞത്. അടുത്ത, why was the swallow not ready to help the woman at first? എന്തുകൊണ്ടായിരുന്നു ഇവിടെ പറയുന്നുണ്ട് ആ വുമൻ അല്ലെങ്കിൽ ആ ബോയിയെ സഹായിക്കാൻ നമ്മുടെ സ്വാലോ തയ്യാറായിരുന്നില്ല? എന്തുകൊണ്ടായിരുന്നു അത് ആവാതിരുന്നത്? Sir, പറയൂ. The swallow said that his friends were waiting for him in Egypt. So he had no time to stay there to help the woman. Right. അപ്പോ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു കുരുവിക്ക് നമ്മുടെ അവരുടെ കൂട്ടത്ത്, അതായത് ആ കുരുവികളെല്ലാം കൂടെ നൈൽ തീരത്ത് ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പൊ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാല് അവൻ അവിടെ ലേറ്റ് ആയി പോവും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം സഹായിക്കാനായിട്ട് മടിച്ചത്. അപ്പോ ആൻസർ ഓക്കെ. അപ്പൊ ഇതാരെങ്കിലും വായിച്ചേ? Sir, ഞാൻ വായിക്കാം. വായിക്കേ. The swallow was not ready to help the woman at first because he wants to join his friends who had gone away to Egypt to save themselves from approaching winter. അപ്പൊ ആ വിന്റർ വരുന്നതിന് മുമ്പ് അവരുടെ കൂട്ടത്തിൽ കൂടെ ചേരുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കുരുവി ആദ്യം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവാതിരുന്നത്. Why do some children throw stones at animals and birds? Have you ever prevented them? അപ്പോൾ എന്തുകൊണ്ടാണ്
ഈ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മളായാലും അല്പം നിങ്ങളായാലും പലപ്പോഴും ചിലപ്പോൾ അവിടെ ഇത് കാക്കയോ അല്ലെങ്കിൽ അതുപോലെ ഏതൊരു പക്ഷി എന്തെങ്കിലും വന്നിരിക്കുമ്പോ എറിയൂലേ, അല്ലെങ്കിൽ കുരുവിക്കൂടോ എന്തെങ്കിലും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എറിഞ്ഞ് തള്ളിയിടാനായിട്ടൊക്കെ നോക്കത്തില്ലേ? അങ്ങനെ അത് ചെയ്യുന്നത്. ആ അതൊന്നും ചെയ്യില്ല. ഓക്കെ. ഇത് ഓക്കെ. അപ്പൊ പക്ഷെ ചിലർ ചെയ്യും. നിങ്ങളല്ല, ഇപ്പൊ വേറെ കുറച്ചാര് ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അത് എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്? അടുത്തത്, അങ്ങനെ ചെയ്യുന്നുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ തടഞ്ഞിട്ടുണ്ടോ? തടഞ്ഞിട്ടൊന്നുമില്ല. കാര്യം നമ്മൾ തടയാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ അടിക്കുമല്ലേ. അതുകൊണ്ട് നമ്മൾ തടയാൻ പോയിട്ടില്ല. റൈറ്റ്, ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? ചില പിള്ളേര് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? പറയും. Children throw stones at animals and birds for fun. For fun. For fun, right? Yeah, for fun, it's true. Yeah, some people like to disturb others, and some people get happiness when others cry. ചിലപ്പോൾ ചില സമയത്ത് ചില ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് സങ്കടമായിരിക്കും ഇവർക്ക് സന്തോഷം. മറ്റുള്ളവർ വേദനിച്ച് കരയുന്ന, അല്ലെങ്കിൽ ഒരു കുരുവി അവിടെ നിലവിളിച്ച് കരയുന്നത് കേൾക്കാനായിരിക്കാം അവർക്ക് സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം നമ്മുടെ ചില ആൾക്കാർ ഇതേപോലെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ച ആരെങ്കിലും? വായിക്കും. Some children find happiness in the pain and the fearful crying of the animals and birds when they are hit with stones. These children have a sadist mind to inflict pain on innocent creatures. Hence, they attack animals and birds with stones and other objects. അപ്പൊ ചിലർ ഈ സാഡിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നതിനാണ് സാഡിസ്റ്റ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തില് ചിലര് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ ഇവർക്ക് സന്തോഷിക്കാനായിട്ട് തോന്നും. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവിടെ ഇതിലൂടെ പറയുന്നത്. അതായത് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ഇവിടുത്തെ കുരുവിയെയും ആ പയ്യന്മാര് ഉപദ്രവിച്ചത്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടെയാണ് നമ്മുടെ കുരുവിക്ക് അവരെ ഇഷ്ടമില്ലാത്തതും എല്ലാം. അപ്പോ ഇത് തന്നെ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഇതേപോലെ തന്നെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട എക്സാമിന് വേണ്ടിയിട്ട്, കേട്ടോ. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുക. അത് തെറ്റരുതെന്നേ ഉള്ളൂ. ഐഡിയാസ് ഷുഡ് ബി ഗിവൺ. ഐഡിയ നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് ധൈര്യമായിട്ട് നിങ്ങളുടെ ആൻസറിൽ തന്നെ എഴുതാൻ പറ്റും.